കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലത്തേക്കൊരു യാത്ര പോവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ റോഡിൽ കണ്ട സങ്കടകരമായ കാഴ്ച പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് കണ്ടിട്ട് കുറേ നാളായിട്ട് നമ്മളെല്ലാവരും കാണുന്ന തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണോ എന്തോ ഇങ്ങനെ റോഡ് മൊത്തം കുഴിച്ച് തോണ്ടി വാരി ഇങ്ങനെ കോൺക്രീറ്റുകൾ പൊക്കി കെട്ടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം. നമ്മൾ കുറച്ച് മുമ്പേ നമ്മൾ കണ്ടു തുടങ്ങിയത്, ആദ്യം ഞാൻ കണ്ടത് കഴക്കൂട്ടത്ത് പോയപ്പോഴാണ്. ഇങ്ങനെ കുറേ കോൺക്രീറ്റുകൾ കെട്ടി നടുക്ക് കുറേ സ്ഥലം വെറുതെ ഇട്ടിരിക്കുന്നു. മുകളിൽ കൂടെ വണ്ടി പോകാൻ വേണ്ടിയിട്ട് കെട്ടുന്നു, താഴെ 2 സ്ഥലത്തൂടെയും പോകുന്നു. അപ്പുറം ഇപ്പുറം കാണത്തക്ക രീതിയിൽ കഴക്കൂട്ടത്താണ് അങ്ങനെ ആദ്യമായിട്ട് കണ്ടത്. അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു, ഇപ്പം ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഈ കൊല്ലത്ത് പോയപ്പോൾ കണ്ടൊരു ഭയങ്കര വിഷമം തോന്നിയൊരു കാഴ്ച. കൊല്ലത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നേക്കാളും പെട്ടെന്ന് നമുക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു കൊല്ലം. പെട്ടെന്ന് നമുക്ക് പോയി വരാൻ പറ്റും. നല്ല സുഖമുള്ള യാത്രയാണ്, കാറ്റും വെളിച്ചവും. നമുക്ക് നല്ലൊരു പെട്ടെന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു വിഷമവും തോന്നത്തില്ല, ഒരു ബ്ലോക്കും ഇല്ലാതെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു കൊല്ലം. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഇന്നലെ കൊട്ടിയത്ത് പോയി ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. എന്തൊരു എന്തിനിങ്ങനെ ഈ കോൺക്രീറ്റുകൾ പൊക്കി കെട്ടി വാരി വെച്ചേക്കുന്നത് എനിക്കറിയാൻ വയ്യ. 2 റോഡിൻ്റെ മറുവശം കാണത്തില്ല, എന്തോ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നത് പോലെ തോന്നും. ശ്വാസം കിട്ടുന്നില്ല, വിയർത്ത് കുളിച്ച് വിമിഷ്ടം എടുത്ത് സത്യം പറഞ്ഞാൽ എന്തൊരവസ്ഥയാണെന്ന് എനിക്ക് പറയാറില്ല. മറ്റേ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും വെട്ടവും വെളിച്ചവും പരിസരമൊക്കെ കണ്ട് എന്ത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. എന്തിനിങ്ങനെ കുഴിച്ച് തോണ്ടി വാരി കുറേ നടുക്ക് സ്ഥലം കുറേ വെറുതെ കിടക്കുന്നു, കുറേ വണ്ടികളും അതും ഇതും വാരിയിട്ടിരിക്കുന്നു. മറ്റെവിടെ പോയപ്പോൾ നടുക്ക് പാർക്കൊക്കെ ആയി കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് അധികാരികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആരും ഇതൊന്നും ചോദിക്കാനും പറയാനും ഇല്ലേ? എന്ത് സ്ഥലമാണിത്? ശരിക്കും പറഞ്ഞാൽ നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് മനസ്സിലായത്, ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളം പോയായിരുന്നു ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ. അപ്പോൾ അവിടെയൊക്കെ ഉള്ള അവസ്ഥ ഇത് തന്നെ. 1 മണിക്കൂറോളം എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടികളെല്ലാം ബ്ലോക്കായി കിടന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണി നടക്കുന്നതിൻ്റെ കാരണം സ്ഥലമില്ല. അത് ഓരോ വണ്ടികൾ ഇങ്ങനെ പോയി വേണ്ടി കാത്തു നിന്ന് 1 മണിക്കൂർ കിടക്കുന്നു. കഴിഞ്ഞ ദിവസം കൊട്ടിയത്ത് പോയപ്പോഴും കൊട്ടിയത്തിൻ്റെ കാര്യം, കൊല്ലത്തിൻ്റെ കാര്യം പറയാനാണ് പ്രധാനമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. കാരണം നമ്മളെ സ്വന്തം സ്ഥലം, തൊട്ടടുത്തുള്ള സ്ഥലം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. അതായത് എറണാകുളം വരെ പോയപ്പോഴും ഇങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അവൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ളത് കേരളം മൊത്തം ഇങ്ങനെ കുഴിച്ചു തോണ്ടിക്കൊണ്ടിരിക്കുന്നു. അതിനർത്ഥം നമ്മുടെ കേരളം നശിച്ചു എന്ന് തന്നെയല്ലേ അർത്ഥം? എന്താണ് ഇതിനെതിരെ ആരും പ്രതികരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് നല്ലൊരു സ്ഥലമായിരുന്നു കൊട്ടിയം. അതൊരു കൊട്ടിയോ കൊല്ലമൊക്കെ അവിടെ ഇടിച്ച് പൊളിച്ച് തോണ്ടി വാരി കുറേ കോൺക്രീറ്റും കെട്ടി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. ഒരു റോഡൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു രീതിയിൽ ഇപ്പം ബ്ലോക്ക് കൂടുന്ന വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ട് അതിന് വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരു റോഡൂടെ കൊണ്ടുവന്നാൽ പോലും. ഇത് എന്തിനാണ് ഇങ്ങനെ കോൺക്രീറ്റ് കെട്ടിപ്പൊക്കി ഉയർത്തുന്നത്? ഇതിനുള്ള ഭവിഷ്യത്ത് നമ്മൾ തന്നെയല്ലേ അനുഭവിക്കാനുള്ളത്? നമ്മൾ തന്നെയാണ് ഇനി ഈ ശ്വാസം കിട്ടാതെ മരിക്കാൻ പോകുന്നത്, വേറെ ആരുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ കൊട്ടിയത്ത് ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റത് നമുക്ക് അവിടെ അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. നല്ലൊരു സ്ഥലമായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു ഭയങ്കര തിരക്കും റഷും ഭയങ്കര ഒരു ചൂടും വെപ്രാളം വെയിലും പിന്നെ ഒരു ബുദ്ധിമുട്ടും ബ്ലോക്കും ഒക്കെ വരുന്നത് അങ്ങോട്ടായിരുന്നു, തിരുവനന്തപുരത്തേക്ക്. പക്ഷേ ഇപ്പോൾ കൊല്ലത്തോട്ട് ഭയങ്കര ബ്ലോക്ക്. 1 മണിക്കൂറോളം കൊട്ടിയത്ത് കിടന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ സ്ഥലമില്ല, വണ്ടികൾ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുകയാണ്. ഇങ്ങനെ കുഴിച്ച് തോണ്ടി വാരി ഇട്ടിരുന്ന് കുറേ ഇങ്ങനെ പൊക്കി കെട്ടിയിരിക്കുന്നു. അതിൻ്റെ നടുക്ക് കുറേ വണ്ടികൾ വെറുതെ കിടക്കുന്നു. എന്നിട്ട് ഇങ്ങനെ തോണ്ടി വരുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ആർക്ക് വേണ്ടിയിട്ടാണ്? കുറേ കമ്പനികൾക്കും അധികാരികൾക്കൊക്കെ പണം കിട്ടുമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ് എനിക്കറിയാൻ വയ്യ. ഈ കാറിൽ ഇരിക്കുന്നവർക്കും വണ്ടി പോകുന്നവർക്കും ഇതൊന്നും അറിയത്തില്ല. ജസ്റ്റ് നിങ്ങൾ ഈ അധികാരികൾ ഇത് പിന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കാറിൽ നിന്ന് സഞ്ചരിക്കാതെ ഈ പണി നടക്കുന്ന സ്ഥലത്തൊന്ന് നടന്ന് നോക്കണം, അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. പഴയ റോഡുകളിലൂടെ നടന്നു പോയിട്ടുള്ളവർക്കറിയാം. ഈ റോഡിലൂടെ നടക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും, അല്ല വണ്ടി ഇരിക്കുമ്പോൾ അത് മനസ്സിലാവത്തില്ല. ഈ റോഡിലൂടെ പണ്ട് നടന്ന ആളുകൾക്ക് അതേ സ്ഥലത്ത് ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തൂടെ ഒന്ന് നടന്നു നോക്കണം, അപ്പം അറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇതൊക്കെ എത്രത്തോളം നിലനിൽക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പല സ്ഥലങ്ങളും പണിത പാലങ്ങളും പഴുത റോഡുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണതൊക്കെ നമ്മളിപ്പം ഈ അടുത്തിടയ്ക്കും കേട്ടതാണ്. വലിയ പാലങ്ങളൊക്കെ കോടികൾ കൊടുത്ത് കെട്ടിയത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ്. ഇതൊക്കെ എത്ര നാളും നിലനിൽക്കും അതറിഞ്ഞൂടാ. പണ്ടത്തെ കെട്ടിടങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയത്ത് അവർ അന്നത്തെ കാലഘട്ടത്തിൽ കെട്ടിയ കെട്ടിടങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
അതെന്തുകൊണ്ടാണ് അന്ന് നല്ല രീതിയിലാണ് കെട്ടിയത്. പക്ഷെ ഇന്നത്തെ കെട്ടിടങ്ങൾ നമുക്കറിയാം, ഇന്നത്തെ ഒരു സാധനവും നിലനിൽക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ വാങ്ങിച്ച മിക്സിയൊക്കെ 10-25 വർഷങ്ങൾ നിലനിൽക്കുമായിരുന്നു, TV, മൊബൈൽ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാണ്. കാരണം ഇന്നത്തെ സാധനങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. ചൈന സാധനങ്ങൾ പോലെ പെട്ടെന്ന് തകർന്നു പോകുന്നു. അതായത് ഒരു സോപ്പ് പെട്ടി പോലെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നു. അതുപോലെ തന്നെ ഈ റോഡുകൾ എത്രത്തോളം നിലനിൽക്കുന്നു എന്ന് നമുക്കറിയത്തില്ല. ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് തന്നെയാണ് ഭീഷണി വരുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ കെട്ടിപ്പൊക്കി വരുന്നത്? ഇപ്പോഴത്തെ റോഡിന് എന്തിനായിരുന്നു പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല അത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന റോഡുകൾ ഇപ്പോൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്ങുകൾ, എന്തുമാത്രം ആളുകൾ കഷ്ടപ്പെട്ടായിരിക്കും കുറേ ബിൽഡിങ്ങുകളൊക്കെ പണിത് കെട്ടി വാരിയിട്ടത്. ഓരോരുത്തരുടെ കഷ്ടപ്പെട്ട് പണിത് പൈസ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് പണിത് ഉയർത്തിയ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളെല്ലാം പൊട്ടിപ്പൊളിച്ച് വാരി റോഡെല്ലാം കുത്തി കുഴിച്ച് പണ്ടുണ്ടായിരുന്ന മരങ്ങളും പുഴകളും പിന്നെ തോടുകളും ഒന്നും ഇപ്പോൾ കാണാനില്ല. അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചൂട് കൂടാൻ തന്നെ കാരണം പണ്ടൊന്നും ഇത്രയും ചൂടില്ലായിരുന്നു. ഇപ്പം ചൂട് കൂടാൻ തന്നെ ഇപ്പോൾ റോഡിൽ കൂടെ നടക്കത്തില്ല. കാരണം അത്രയ്ക്ക് വെയിലും ചൂടും തളർന്നു പോവുക. അപ്പം അതിനെന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാം, ഇത്രയും കോൺക്രീറ്റുകൾ കെട്ടിപ്പൊക്കി ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂട് വരത്തില്ല. എല്ലാ ബിൽഡിങ്ങുകളും പൊളിച്ചു വാരി ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ല പോയി നിൽക്കാൻ. ഈ വഴിയിൽ നടക്കുന്നവർക്കേ അത് അറിയത്തുള്ളൂ, അല്ലാതെ കാറിൽ എസിൽ ഇരിക്കുന്നവർക്ക് അതൊന്നും അറിയത്തില്ല. അത് നടന്നു പോകണം, അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഈ അധികാരികളൊന്നും നടന്നു നോക്കണം, അപ്പോഴേ അറിയത്തുള്ളൂ. എല്ലാ കാറിലും എസിയിലും ഫ്ലൈറ്റിലും ഒന്നും സഞ്ചരിക്കുന്നവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ല, അപ്പോൾ ബസ്സിൽ കയറണമെന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ ഒരു തണലില്ല പോയി നിൽക്കാൻ വേണ്ടിയിട്ട്, മരങ്ങളില്ല, പിന്നെ മണ്ണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണില്ലാന്ന് തന്നെ പറയാം. എല്ലാം കെട്ടിപ്പോക്കി ടാറിങ് ഇല്ലാത്ത സ്ഥലത്ത് മറ്റേ ഇൻ്റർലോക്ക്. ഇപ്പോൾ വീടുകളിനുള്ളിൽ പോലും വീടുകളിൻ്റെ പരിസരത്ത് പോലും മണ്ണില്ല. കാരണം എല്ലായിടും ഇൻ്റർലോക്ക്. ഒന്നീ ഇൻ്റർലോക്ക്, അല്ലെങ്കിൽ ടാറിങ്, അല്ലെങ്കിൽ കോൺക്രീറ്റ്, പടുകൂറ്റ കോൺക്രീറ്റ് റോഡിൻ്റെ നടുക്ക്, മറുഭാഗം കാണത്തില്ല. ഇനി ഇതെല്ലാം കൂടെ ഇപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയപ്പോൾ തന്നെ കുറച്ച് ഭാഗത്താണ് ആ കൊട്ടിയത് കൊല്ലം വരെ കണ്ടത്. ഇങ്ങനെ അപ്പുറം കാണാൻ പറ്റാത്ത സ്ഥലം, കുറച്ച് സ്ഥലം അപ്പുറം കാണാം. ഇങ്ങനെ ഫ്ലൈ ഓവർ മുകളിൽ കൂടെ വണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കെട്ടി വെച്ചേക്കുന്നു, കഴക്കൂട്ടത്ത് ചെയ്തേക്കുന്ന പോലെ. അപ്പം അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്തൊരു ചൂടും വെപ്രാളവും ശ്വാസം കിട്ടാത്ത പോലെ തോന്നും. അപ്പം കുറച്ച് ഭാഗം കെട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ, അപ്പോൾ കേരളം മൊത്തം ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമായിരിക്കണം. അപ്പോഴാണല്ലോ പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ പണി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം കേരളം മൊത്തം ഇങ്ങനെ കെട്ടിത്തീരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഓക്സിജൻ കിട്ടത്തില്ല. എല്ലാവരും വെള്ളം കുപ്പി കൊണ്ടു കിടക്കും പോലെ ഓക്സിജൻ കൊണ്ടു കിടക്കേണ്ട ഒരു കാലം അധികം അകലെയെല്ലാം തന്നെ വരും. എന്തിനാണ് നമ്മളെങ്ങനെ കുഴിച്ചു തോണ്ടുന്ന നമ്മൾ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അധികാരികൾ എന്തിനിങ്ങനെ ചെയ്യുന്നു? അവർക്ക് പണം ഉണ്ടാക്കാനായിരിക്കും, അവർക്ക് ഇതിലൂടെ ലാഭം കൊയ്യായിരിക്കും, പിന്നെ കമ്പനികൾക്ക് ലാഭം കൊയ്യാം. ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ എത്രത്തോളം സേഫ്റ്റി ആണെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്കും കണ്ടു ഏതൊക്കെയോ പാലങ്ങളൊക്കെ പൊളിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം സേഫ്റ്റിയാണ്? ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ എന്തുമാത്രം ജനങ്ങളാണ് അതിൽ പിന്നെ നശിക്കാൻ പോകുന്നത്, നാമാവശേഷമാവുന്നത്. അപ്പം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും, നാശനഷ്ടങ്ങളായിരിക്കും എപ്പോഴുണ്ടാവുന്നത്, ജനങ്ങൾക്കായാലും ബിൽഡിങ്ങുകൾക്കാണെങ്കിലും. എത്രമാത്രം സുരക്ഷിതത്വമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ റോഡ് കുഴിച്ചതുകൊണ്ട് ഇങ്ങനെ പടുകൂറ്റം കോൺക്രീറ്റുകൾ ഉണ്ടാക്കിയിടുന്നത്? ഇനി നമുക്ക് ശ്വാസമൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം എങ്ങോട്ട് പോകും? ഇങ്ങനെ കോൺക്രീറ്റും ഇൻ്റർലോക്കും ടാറിങ്ങും ഇങ്ങനെ നിലകൾ കെട്ടിപ്പൊക്കുമ്പോൾ എവിടെ വെള്ളം പോകാനാണ്? എങ്ങനെ വെള്ളം പോകും? ഇവിടെ പ്രളയം, ഇത്രയും നാൾ പ്രളയം ഉണ്ടായതെന്ന് പറയുമ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് പ്രളയം ഉണ്ടായത്. പക്ഷെ ഇനി വരാൻ പോകുന്ന പ്രളയം ഒരുപക്ഷെ നമുക്കത് ഒരിക്കലും താങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്ന നമ്മൾ തന്നെയാണ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അധികാരികൾ ആരാണ്? നമുക്ക് ഇതൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ വീട്ടിൽ ഇരുന്ന്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വളരെ ഹൃദയഭേദകം തോന്നി, സങ്കടം തോന്നി. എന്തിനിങ്ങനെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു നന്മയുള്ള കാര്യം ഇവർക്കൊക്കെ ചെയ്തുകൂടെ? ഇവരെന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ? എനിക്കറിയാമോ എന്തെങ്കിലും നന്മ ഇവർ ചെയ്യുന്നുണ്ടോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? ജനങ്ങൾ ഇവരെയൊക്കെ പിന്നെ ഒരു അംഗീകാരം കൊടുത്തൊരു അധികാരത്തിലിരുത്തുമ്പോൾ അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇനി ഇത്രയും വലിയ ബിൽഡിങ്ങുകളും പടുകൂറ്റം കോൺക്രീറ്റുകളും കെട്ടി വലിയ റോഡുകളൊക്കെ ആക്കി എങ്ങനെയാണ് ആളുകൾ വഴി നടക്കുന്നത് അവിടെ? അതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഈ കാറിൽ പോകുന്നവർക്ക് മാത്രം പോയാൽ മതിയോ? വഴിയാത്രക്കാരെങ്ങനെ പോകും? ഇനി ചിലപ്പം സ്റ്റെപ്പുകളൊക്കെ വരുമായിരിക്കും ഇങ്ങനെ കയറി ഇറങ്ങത്തക്ക രീതിയിൽ. പക്ഷെ എങ്ങനെ തന്നെ ആയിരുന്നാലും അത് ജനങ്ങൾക്ക് വളരെ ദ്രോഹമാണ് ചെയ്യുന്നത്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, അപ്പുറം ഇപ്പുറം കാണാൻ പറ്റാത്തൊരു റോഡ്, അവിടെ കടകൾ നടത്തി എന്തെങ്കിലും ഓടുമോ? ഇല്ല, ഓടത്തില്ല. അപ്പോൾ ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചായാലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചായാലും
വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഇനി മുന്നോട്ടുണ്ടാകാൻ പോകുന്നത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. കുറേ ആളുകളുടെ ജീവിതമൊക്കെ ഇത് കാരണമൊക്കെ പോയി. ഇനി ഇത് കാരണം കുറേ ആളുകൾ രക്ഷപ്പെട്ട ആളുകളും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആളുകൾക്ക് ഈ വസ്തുവൊക്കെ വിറ്റിട്ട് കുറേ വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ഉള്ളിലോട്ടൊക്കെ കിടന്ന ആളുകൾക്ക് ഈ റോഡൊക്കെ ഉണ്ടായ കാരണം കുറേ മുമ്പിലോട്ട് കയറാൻ പറ്റി. അങ്ങനെ അവർ രക്ഷപ്പെട്ട് കോടികൾ കിട്ടും. കുറേ ആളുകൾക്ക് ഈ വസ്തു പിന്നെ സർക്കാർ ഏറ്റെടുത്ത് അങ്ങനെ കുറേ കോടി കിട്ടും. അങ്ങനെ കുറേ ആളുകൾ രക്ഷപ്പെട്ടെന്നല്ലാതെ പൊതുവെ നോക്കുമ്പോഴത്തേനും 90% നമുക്ക് ദ്രോഹമാണ് ഈ കോൺക്രീറ്റും കുഴിയും റോഡുകളും ഇൻ്റർലോക്കും ഒക്കെ കാരണം ഉണ്ടാകുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവന് ഭീഷണിയാവുന്നത്, നമ്മൾ തന്നെയാണെന്ന് തിരിച്ചറിയുന്നത്. ഇനി മുന്നോട്ടുള്ള കാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മാലിന്യങ്ങൾ, ശരിക്കും പണ്ട് നമ്മൾ മാലിന്യങ്ങൾ നമ്മൾ തന്നെ പല രീതിയിൽ കത്തിച്ചോ ഒക്കെ കുഴിച്ചിട്ടോ ഒക്കെ സംസ്കരിക്കുമായിരുന്നു, കത്തിച്ചൊക്കെ കളയുമായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മണ്ണെണ്ണ പോലും നമുക്ക് റേഷൻ കടയിൽ കിട്ടാനില്ല. മണ്ണെണ്ണ വിറ്റൂടെന്നൊക്കെയാണ് കേൾക്കുന്നത്, പക്ഷേ പെട്രോളും ഡീസലും വിൽക്കാം, മണ്ണെണ്ണ എന്തുകൊണ്ട് വിറ്റൂടാ എന്നും അതിൻ്റെ ഒരു റീസൺ മനസ്സിലാവുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്രോളിനെക്കാളും മാരകമാണ്. പെട്രോൾ ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പുക എത്രത്തോളം മലിനീകരണമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വാതകങ്ങളൊക്കെ. അപ്പോൾ അതിനേക്കാളും മാരകമാണ് ഈ മണ്ണെണ്ണ വെച്ച് കത്തിക്കുന്നത്. അതുപോലെ തന്നെ വിമാനങ്ങൾ, പിന്നെ റോക്കറ്റുകൾ, അതിൽ നിന്നൊക്കെ ഇന്ധനങ്ങളല്ലേ നിറയ്ക്കുന്നത്, അതിൽ നിന്നും അന്തരീക്ഷത്തിൽ മലിനീകരണം അല്ലേ വരക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ വലിയ ദൗത്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ബഹിരാകാശത്തിലൊക്കെ. അപ്പോൾ അതിലൊക്കെ അങ്ങോട്ടൊക്കെ റോക്കറ്റും കാര്യങ്ങളൊക്കെ അയക്കുന്നത് ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തന്നെയല്ലേ. അതിൽ നിന്നും അന്തരീക്ഷത്തിൽ വലിയ തോതിൽ പിന്നെ മലിനീകരണം ഉണ്ടാകുന്നില്ലേ. അതിൽ നിന്നും എന്തായാലും ഇന്ധനം ഇല്ലാതെ പോകത്തില്ലല്ലോ, അതിൽ നിന്നും വാതകങ്ങൾ വരില്ലേ, അതിൽ നിന്നും മലിനീകരണം ഉണ്ടാകുന്നില്ലേ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അധികാരികൾക്കും കമ്പനികൾക്കും പണം നേടുക, അതാണ് കാര്യം. അതുപോലെ തന്നെ കത്തിക്കുന്നത് ഭയങ്കര എന്തോ സംഭവം എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇപ്പം കത്തിച്ചുവിടാന്നൊക്കെയാണ് നിയമങ്ങൾ. അപ്പം അന്ന് കത്തിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ മാലിന്യങ്ങൾ കാരണമല്ലേ. ഇപ്പം അഴയ്ക്ക് കുറേ എന്തോ കർമ്മസേനയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ വന്ന് എടുത്തോണ്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പല സ്ഥലങ്ങളിലും വേസ്റ്റ് കുന്നുകൂടി കിടക്കുക, സ്മെല്ല് വരിക പല സ്ഥലങ്ങളിൽ നിന്നും. അപ്പം ശരിക്കും പറഞ്ഞാൽ അവനവൻ്റെ വീട്ടിലുണ്ടായിരുന്ന മാലിന്യങ്ങൾ സംസ്കരിച്ച് കത്തിച്ചു അവരവരുടെ രീതിയിലൊക്കെ കളയുന്ന സമയത്ത് ഇത്രയും വേസ്റ്റുകൾ ഉണ്ടായിട്ടില്ല, മനസ്സിലായില്ലേ. ഇപ്പം മാലിന്യങ്ങൾ ഇവർ എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ റോഡുകളിലും പല സ്ഥലങ്ങളിലും മാലിന്യം കെട്ടിക്കിടക്കുന്ന ആ ഭാഗത്ത് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വേസ്റ്റുകൾ മാസം എടുക്കുന്നതിന് പൈസ കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെ പൈസ കൊടുക്കുന്നതെന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടിയിട്ടില്ല. നമ്മളാണ് ഇവിടെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയ കമ്പനിക്കാരിപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളല്ലല്ലോ അവിടെ പ്രോഡക്റ്റ് ഇറക്കുന്നത്. അപ്പോൾ ശരിക്കും പ്രോഡക്റ്റ് ഇറക്കുന്നവർക്കാണ് ഇതിനുള്ള പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്. ജനങ്ങൾ കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കി ജോലി ചെയ്ത് അധ്വാനിച്ച് കാശുണ്ടാക്കി അത് പോയി വാങ്ങിക്കുന്നവനാണ് ഇവർ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. എന്താണ് മാസം 50 രൂപ. അതെന്തിനാണ്? എൻ്റെ റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ സാധനം കഷ്ടപ്പെട്ട് സാധനം വാങ്ങിക്കുന്നതിന് നമ്മളെന്നെ പിഴ ഈടാക്കുന്നതാണ്. ശരിക്കും ഈ വലിയ സാധനങ്ങൾ ഇറക്കുമ്പോൾ അവർക്ക് വേണം പിഴ ഇടാൻ, അവരെടുത്ത് വേണം പറയാൻ ഈ പ്ലാസ്റ്റിക് ഇറക്കരുത്, അങ്ങനെ പ്ലാസ്റ്റിക് മലിനീകരണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മലിനീകരണം ഇല്ലാത്ത ഒരു സാധനം കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടത് കമ്പനിയല്ലേ, അല്ലെങ്കിൽ അതിന് വേണ്ട അധികാരികളല്ലേ. അല്ല അതിൻ്റെ സാധാരണപ്പെട്ടവർ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അവരെ നിന്നാണ് ഈ കാശ് കൈയിട്ട് വരുന്നത്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുറേ ആളുകൾ അധികാരികളെയൊക്കെ ആക്കി അവരൊരു നിലയിലെത്തുമ്പോൾ ശരിക്കും അവർ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുകയാണ് ഇവിടെ, അതോ അവർക്ക് വേണ്ടി തിന്മ ചെയ്യുകയാണ്? അവരാർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? വലിയ കമ്പനികൾക്കാണോ ജനങ്ങൾക്കാണോ? ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ സുരക്ഷയും ജനങ്ങളുടെ സംരക്ഷണമൊക്കെ ആണ് ഈ അധികാരികൾ നോക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ആദ്യം ചെയ്യാനുള്ളത് ഇവിടെ നടക്കുന്ന ഈ മദ്യവിൽപ്പന നിർത്തണം, അല്ലേ? ശരിക്കും മദ്യം കൊണ്ടും ആണ് പ്രധാനമായിട്ട് ഇവിടെ അപകടങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അത് നിർത്തണ്ടേ അങ്ങനെയാണെങ്കിൽ? പിന്നെ അതുപോലെ തന്നെ റോഡിനകത്ത് അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇതുമാത്രം അപകടങ്ങളാണ് ഇപ്പം നടക്കുന്നത്. മദ്യപാനം തന്നെ പറയാം. അത് മദ്യം ഉപയോഗിച്ച് വാഹനം ഓടിക്കുമ്പോൾ അപകടങ്ങളുണ്ടാകും. ശ്രദ്ധയില്ലാത്തത് കാരണം, ഫോൺ ഉപയോഗിക്കുന്ന കാരണം, റോഡ് ഇങ്ങനെ കുളമാക്കിയിട്ടിരിക്കുന്ന കാരണം ഇങ്ങനെയൊക്കെ പല രീതിയിൽ അപകടങ്ങൾ നടക്കുന്നു. അപ്പം എന്തെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ? അപ്പം ജനങ്ങളുടെ സുരക്ഷിത അല്ല അവർ നോക്കുന്നതെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്നത്, അതുപോലെ തന്നെ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ, KSRTC ഒക്കെ ചില സമയങ്ങളിൽ കാണാറുണ്ട്. പ്രൈവറ്റ് ബസ്സുകളാണ് കൂടുതലും ഈ ഡോറ് തുറന്നിട്ട് വണ്ടി ഓടിക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക് ഡോറ് അടയ്ക്കത്തില്ല അവർ.
അതുപോലെ തന്നെ KSRTC ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും കാണുന്ന ഒരു കാര്യമാണ് ആൾ കയറുന്നതിന് മുമ്പ് വണ്ടി എടുക്കുക, ആൾ കയറുന്നതിന് മുന്നേ ബെല്ലടിക്കുക, ആൾ കയറുന്നതിന് മുന്നേ ബെല്ലടിക്കുന്ന മുമ്പേ വണ്ടി എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇതിനെതിരെയൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പം ജനങ്ങളുടെ സുരക്ഷിത അല്ല നോക്കുന്നതെന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. മദ്യമൊന്നും എന്തായാലും ശരിക്കും നിർത്താൻ പോകുന്നില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ അധികാരികളും കമ്പനികളൊക്കെ കോടികളല്ലേ സമ്പാദിക്കുന്നത്. അപ്പോൾ പിന്നെ അത് നിർത്തും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവരാരും ജനങ്ങളുടെ സുരക്ഷിതത്വമൊന്നും അല്ല നോക്കുന്നതെന്ന്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗൾഫ് പോലെയൊക്കെ ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇത്രയും കെട്ടിപ്പൊക്കിയിട്ട് ചൂടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കോൺക്രീറ്റ് കെട്ടിപ്പൊക്കി ഇന്റർലോക്ക് ഇട്ട് ഉള്ള മരവും എല്ലാം വെട്ടി മുറിച്ച് കളഞ്ഞ് ഈ പിന്നെ പുഴകളും തോടുകളും എല്ലാം നികത്തി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം അത് കാര്യമില്ല, ചൂട് തന്നെ ആയിരിക്കും. അതിന് നമുക്ക് തന്നെ അറിയാമല്ലോ. അപ്പം പിന്നെ ഇനിയിപ്പം എന്തായാലും AC കമ്പനികൾക്ക് കാശ് കിട്ടും കുറേ. കാരണം എന്ന് വെച്ചാൽ AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. പിന്നെ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു കമ്പനി കാലഘട്ടത്തിൽ പിന്നീട് വരുമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും കെട്ടിപ്പൊക്കിയാൽ പിന്നെ എവിടെ നിന്ന് കാറ്റ് വരാൻ, എവിടെ നിന്ന് ശുദ്ധമായി ശ്വസിക്കാൻ? ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർലോക്കൊക്കെ ഇട്ട് പിന്നെ ഈ ടാറിങ്ങും എല്ലാം കോൺക്രീറ്റുകളൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ഈ നമ്മളിടുന്ന വേസ്റ്റ് ആയാലും മറ്റ് വിസർജ്യ വസ്തുക്കളായാലും മാലിന്യങ്ങളായാലും അടിയിലോട്ട് പോവാതെ, അതായത് ഭൂമിക്കടിയിൽ മണ്ണുണ്ടെങ്കിലല്ലേ ഭൂമിക്കടിയിലോട്ട് പോകുള്ളൂ. ഭൂമിക്കടിയിൽ പോവാതെ ഈ മാലിന്യങ്ങൾ ഇവിടെ തന്നെ നിന്ന് മഴ പെയ്യുമ്പോൾ ഇതെല്ലാം കെട്ടി നിന്ന് ഇതിൽ നിന്നും കീടാണുക്കളും എന്താണ് പറയുന്നത് രോഗം പരത്തുന്ന ഫംഗസും വൈറസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി നമുക്കെല്ലാം അസുഖങ്ങൾ വന്ന് പിന്നെ ഒന്നുകിൽ അസുഖങ്ങൾ വന്ന് മരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഇങ്ങനെ ഇതെല്ലാം പിന്നെ കോൺക്രീറ്റുകളും ഒക്കെ കൊണ്ട് നിറയുമ്പോഴത്തേനും ഓക്സിജൻ കിട്ടാതെ ശ്വാസം മുട്ടി മരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ പ്രളയം വന്ന് വെള്ളം കയറി ഇതിനകത്തുനിന്ന് വെള്ളം താഴോട്ട് പോകാതെ വെള്ളം കുടിച്ച് മരിക്കേണ്ടി വരും. എന്തായാലും കേരളം പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഇത് എന്തിനാണ് ഇങ്ങനെ സ്വന്തം അവരവർ തന്നെ ഇങ്ങനെ ഈ അധികാരത്തിലിരിക്കുന്ന ആളുകൾ തന്നെ എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഇവരെ ഒക്കെ എല്ലാവരും ഒക്കെ വോട്ട് ചെയ്ത് അധികാരത്തിലൊക്കെ ഇരുത്തിയിട്ട് അവര് ജനങ്ങളെ രക്ഷിക്കുകയാണ് അതോ ശിക്ഷിക്കുകയാണോ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ റോഡെല്ലാം കുഴിച്ചു വാരി കോൺക്രീറ്റ് ഇട്ട് സിമന്റ് ഇട്ട് ഇന്റർലോക്ക് ഇട്ട് ശരിക്കും പറഞ്ഞാൽ ഈ കേരളം മൊത്തം സിമന്റ് കൊണ്ട് മൂടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. സ്വന്തം കുഴിയാണ് തോണ്ടുന്നത് എന്നറിയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ആളുകൾ ആരും പ്രതികരിക്കാത്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് എവിടെ അധികം ആരും ഒന്നും പ്രതികരിച്ചെന്ന് കണ്ടില്ല ഇതിനെതിരെ? എന്തുകൊണ്ടാണ് ആരും ഇങ്ങനെ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത്?